ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ശ്രുതിയുടെ മനസ്സിലെ അമ്മയുടെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന എപ്പിസോഡാണെന്ന്. എത്രയായാലും എന്താ പറയുക, ഒരു അമ്മ തന്നെയാണെന്ന് തെളിയിച്ച എപ്പിസോഡാണെന്ന്. രേവതിനെയും കൊണ്ട് സച്ചി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വിമലേനെ കണ്ടുല്ലോ. വിമലേനെ കണ്ട് ശ്രുതിയോട് വിമല വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ കുട്ടി ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം. അങ്ങനെ ശ്രുതി കെറ്റിൽ കൊടുക്കാനെന്നുള്ള നുണ പറഞ്ഞിട്ട് കെറ്റിലും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ ഉണ്ണിവാവയെ കാണാൻ വേണ്ടിയിട്ട്, ആദ്യമോനെ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ വരുന്ന സമയത്ത് രേവതിയും സച്ചി അവിടെ ഉണ്ടെന്ന് ശ്രുതിയുടെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ രേവതി സച്ചിയും മോൻ്റെ അടുത്തുണ്ട്. പക്ഷേ ശ്രുതി അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ വിമലോട് പറയണു, ആൻറ്റി ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഫുഡ് മേടിച്ചിട്ട് വരാം. സച്ചി പറയണം, ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഫുഡ് മേടിച്ചിട്ട് വരാം, ആൻറ്റി ഒന്നും കഴിച്ചില്ല, എനിക്കൊന്നും വേണ്ട മോനെ. അപ്പോൾ വിമലയുടെ മനസ്സിൽ മുഴുവൻ ശ്രുതി വരുമ്പോൾ ഇവരെ കാണുമോ എന്നുള്ളതാണ്. അപ്പോൾ വിമല പറയേണ്ടത് ഇവരെ ഒഴിവാക്കാൻ വേണ്ടി, എനിക്കൊന്നും വേണ്ട മോനെ, നിങ്ങൾ പൊക്കോ, രേവതിക്ക് വയ്യാത്തല്ലേ, നിങ്ങൾ വീട്ടിൽ പൊക്കോ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിച്ചു, എന്തിനാ ആൻറ്റി ഞങ്ങളെങ്ങനെ പറഞ്ഞയക്കണം, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും ആദ്യമോൻ്റെ മാറിയിട്ട പോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവർ ഫുഡ് മേടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ശ്രുതിനാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കും, ശ്രുതി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കാണ് രേവതി ശ്രുതി കാണുമ്പോൾ. അത് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് പറയുമ്പോൾ സച്ചി ചോദിക്കും, എന്താ ആവശ്യം എന്താണെന്ന് പറയാൻ പറ്റില്ല നിനക്ക് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ കെറ്റിൽ കൊടുക്കാൻ വേണ്ടി വന്നതാന്ന് പറയും. കെറ്റിൽ കൊടുക്കാനോ? അപ്പോൾ അതെ, നിങ്ങളെന്താ ഇവിടെ ചോദിക്കും ശ്രുതി. അപ്പോൾ പറയും, രേവതിനെ ഡോക്ടറെ കാണിക്കാൻ വന്നത്. എന്നിട്ട് രേവതി ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ, രേവതി ഡോക്ടറെ കണ്ടോ മരുന്ന് തന്നിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ശ്രുതിയോട് ചോദിക്കും, നീ എന്തിനാ ഇവിടെ കെറ്റിൽ കൊടുക്കുന്നതെന്ന് പറയും, ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് പറയുന്നത്. നന്നായി, ഉള്ളത് മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുത്താൽ നിങ്ങളുടെ കട 1 മാസം കൊണ്ട് പൂട്ടില്ലോ പറയാണ് സച്ചി. അപ്പോൾ ശ്രുതി പറയണം, അതിനല്ല, നമ്മൾ കെറ്റിൽ കൊടുക്കുമ്പോൾ നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ അവർ വലിയ വിലയുടെ സാധനങ്ങളൊക്കെ അവർ എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സച്ചി പറയണ, വലിയ വിലയുടെ സാധനങ്ങൾ എടുക്കാൻ അവിടെ അതിന് സ്റ്റെതസ്കോപ്പും തെർമോമീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല നിൻ്റെ കടയിൽ വിൽക്കണം നമുക്ക് ചോദിച്ച് കളിയാക്കണം. അപ്പോൾ രേവതി പറയും, നല്ല ഐഡിയയാണ് ശ്രുതി, ശരിയാണ്, AC അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജും റെഫ്രിജറേറ്ററും ഒക്കെ ഇവിടേക്ക് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയ വിലയുടെ സാധനങ്ങൾ തരും, നല്ല ഐഡിയയാണ്, വളരെ നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ അഭിനന്ദിക്കുകയാണ് രേവതി. അപ്പോൾ സച്ചി പറയണോ, പാർലറേട്ടത്തി കിണഞ്ഞ് ശ്രമിക്കണ്ടല്ലേ, സെയിൽ കൂടെ നന്നായി, ഇത് കാണുമ്പോൾ മനസ്സിലേക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്നു, എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ വേഗം കിട്ടില്ലോ എന്നൊക്കെ പറയുകയാണ് സച്ചി. അത് കഴിഞ്ഞ് ശ്രുതി എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതിയോട് പറയും രേവതി ഇങ്ങനെ ആദീനെ കൊണ്ടുവന്നേക്കണ കാര്യം പറയുമ്പോൾ, അയ്യോ അവനെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കും, എന്താ പാർലറായിട്ടെത്തിയേ, നിങ്ങൾക്കൊരു ഇത് പരുങ്ങൽ, എന്താ നിങ്ങളെന്തിനാ കുട്ടിയുടെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല എൻ്റെ സച്ചി, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ പറയാണ്. അപ്പോൾ നിങ്ങളിനി വീട്ടിൽ പോലെ ഇരിക്കുമ്പോൾ, അല്ല ഞങ്ങൾ അവൻ്റെ കൂടെ നിൽക്കാൻ പറയുമ്പോൾ നിങ്ങളെന്തിനാ അവരുടെ കൂടെ നിൽക്കണം, നിങ്ങളെന്തിനാ മറ്റുള്ള കാര്യത്തിൽ ഇടപെടണേ, നിങ്ങളുടെ വയ്യായികമാരെങ്കിൽ നിനക്ക് പോയി പണിയെടുത്തോട്ടെ രേവതി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം രേവതി പറയാണ്, ഞങ്ങളെ ദിവസക്കൂലിക്കാരല്ലേ, ഞങ്ങൾക്ക് ചെറിയ വരുമാനമുള്ള, അതുകൊണ്ട് ഒരു ദിവസം മുടങ്ങിയാലും വലിയ നഷ്ടമൊന്നും ഞങ്ങൾക്ക് വരാനില്ല പറഞ്ഞിട്ട് രേവതി സുധീനെ അടിച്ചമർത്തണം. അപ്പോൾ സച്ചി പറയണം, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പൗഡർ ഇട്ടിട്ട് ചെല്ല് പറയണം. അങ്ങനെ ശ്രുതി പോവാണ്. അത് കഴിഞ്ഞ് ഇവർ ക്യാനിലേക്ക് പോയി. അങ്ങനെ ശ്രുതി ഒരാളുടെ അടുത്ത് കെറ്റിലൊക്കെ കൊടുത്തേൽപ്പിച്ചു. ആദീനെ കാണാൻ പോവുക. ചേട്ടാ അതൊന്നും നോക്കണേ വേണ്ടി പോയി ആദീനെ കാണാൻ പോയിട്ട് ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കാരൻ, എൻ്റെ മോനെ അമ്മയും മോൻ്റെ കൈ പിടിക്കായിരുന്നു, എൻ്റെ മോനിങ്ങനെ പറ്റില്ലായിരുന്നല്ലോ, ദൈവമേ എൻ്റെ മോൻ എന്താ പറ്റിയത്, നിൻ്റെ കൂടെ ഒരു ദിവസം പോലും കഴിയാൻ ഭാഗ്യമില്ലാത്ത ആൻറ്റിയായി പോയല്ലോടെ, ഞാൻ എന്നോട് ക്ഷമിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റുമാപ്പം പറയണ ശ്രുതി. അപ്പോൾ വിമല പറയണ, ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പറയാൻ പാടുമോ എന്നറിയില്ല ശ്രുതി, എനിക്ക് തീരെ വയ്യ, ഞാൻ എപ്പോഴാണ് എൻ്റെ അവസ്ഥ ഇതാവുമെന്ന് എനിക്കറിയില്ല, ആദ്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, എൻ്റെ കണ്ണടയനായിട്ടുള്ള മുന്നേ അവനെ സുരക്ഷിതമാക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണം, അവനെ ഞാൻ എൻ്റെ മോനായിട്ട് തന്നെ ഞാൻ വളർത്തും, എൻ്റെ കൂടെ തന്നെ ഞാൻ വളർത്തും, അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കറിയാണ്. അതെ, ആദ്യം നിറയെ ഉമ്മകൾ കൊടുക്കണം ശ്രുതി, ആൻറ്റിയോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ ഉമ്മകൾ കൊടുക്കുക, അമ്മ ഒന്ന് നോക്കണേ അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ മനസ്സിലത്തെ ആ ഒരമ്മ പുറത്തേക്ക്, അമ്മയുടെ സ്നേഹം പുറത്തേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകണ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് പകരം അമ്മ മാത്രം, വേറെ ആരും ആ ഇതിലേക്ക് വരില്ല, ഇമോഷണലായിട്ടുള്ളൊരു ഭാഗമാണ് എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ ശ്രുതി മോനെ കണ്ട് സച്ചി രേവതിയും ക്യാനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു, അവരിപ്പം ഇങ്ങോട്ട് വരും, ഞാൻ പോവാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ സച്ചി രേവതിയും കൂടി ഫുഡ് മേടിച്ചിട്ട് വരുന്നു. അപ്പോൾ ചോദിക്കും, ശ്രുതി നീ കെറ്റിൽ കൊടുത്തേക്കുമ്പോൾ കൊടുത്തു എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോണു. അങ്ങനെ ശ്രുതി അവിടെ നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ
ഒരമ്മ എന്നുള്ള ഒരമ്മ എന്താണെന്നുള്ളത് ഒരമ്മ തന്നെയാണ് കേട്ടോ. അതിൽ പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. അമ്മയില്ലാത്ത എന്താ പറയുക, തള്ളയുള്ള കുട്ടിക്ക് തൊള്ളയുള്ളൂ എന്നൊക്കെ പറയില്ലേ. അമ്മയില്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക് ഈ ലോകത്ത്. അതിന് നല്ലോണം തെളിയിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ്. അപ്പോൾ എൻ്റെ കഥ ഇഷ്ടമായ കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നാളെ കാണാം കേട്ടോ.